നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം നിങ്ങളുടെ തലയുടെ കൃത്യം മധ്യഭാഗത്തായി ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങളുടെ മരണം എപ്പോഴായിരിക്കുമെന്ന് തീരുമാനിച്ചുകൊണ്ടിരിക്കുകയാണ്. മെഡിക്കൽ സയൻസിന് ഇന്നും ഒരു പ്രഹേളികയായി തുടരുന്ന ശരീരത്തിന്റെ ഒരു രഹസ്യം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ പുരാതന ഋഷിമാർ കണ്ടെത്തിയിരുന്നു. മനുഷ്യന്റെ തലച്ചോറിൽ അണ്ണാക്കിന് തൊട്ടുമുകളിലായി ഒരു ചന്ദ്രമണ്ഡലം സ്ഥിതി ചെയ്യുന്നുണ്ടെന്നും ഈ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് ഓരോ നിമിഷവും ഒരു ദിവ്യദ്രാവകം, അതായത് ഒരു അമൃത് ഇറ്റുവീഴുന്നുണ്ടെന്നും അവർ പറഞ്ഞു. എന്നാൽ ഏറ്റവും വലിയ ദുരന്തമെന്തെന്നാൽ ഈ അമൃതിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നതാണ്. ഈ അമൃത് തുള്ളിത്തുള്ളിയായി താഴേക്ക് വീഴുകയും നമ്മുടെ പൊക്കിളിൽ സ്ഥിതി ചെയ്യുന്ന സൂര്യമണ്ഡലം അഥവാ നമ്മുടെ ജഠരാഗ്നിയിൽ ചെന്ന് എരിഞ്ഞടങ്ങുകയും ചെയ്യുന്നു. ശാസ്ത്രങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ പ്രായമാകുന്നതിന്റെ കാരണം ഇതാണ്. നമ്മുടെ മുഖത്ത് ചുളിവുകൾ വീഴുന്നതും ഒടുവിൽ നമ്മൾ മരണത്തിലേക്ക് പോകുന്നതും ഇതുകൊണ്ടാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മെ അമരന്മാരാക്കാൻ സൃഷ്ടിക്കപ്പെട്ട ആ അമൃതിനെ ഓരോ നിമിഷവും നമ്മൾ അറിയാതെ തന്നെ കത്തിച്ചു കളയുകയാണ്. എന്നാൽ താഴേക്ക് വീഴുന്ന ഈ അമൃതിനെ തടയാൻ ഒരു വഴിയുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാലോ? ഓൺ ചെയ്താൽ ഈ പ്രക്രിയയെ നേരെ തിരിക്കാൻ കഴിയുന്ന ഒരു രഹസ്യ സ്വിച്ചുണ്ടെങ്കിലോ? ഹഠയോഗത്തിലെ ഏറ്റവും രഹസ്യമായ ഗ്രന്ഥങ്ങളിൽ ഇതിനെ ഖേജരി മുദ്ര എന്നാണ് വിളിക്കുന്നത്. ഇതൊരു സാധാരണ വ്യായാമമല്ല. ഋഷിമാർ ഇതിനെ എല്ലാ മുദ്രകളുടെയും രാജാവ് എന്നാണ് വിശേഷിപ്പിച്ചത്. സ്വന്തം നാവ് പിന്നിലേക്ക് മടക്കി ദേവന്മാർ പോലും കൊതിക്കുന്ന ആ അമൃതയോഗികൾ പാനം ചെയ്യുന്ന വിദ്യയാണിത്. ഇതിനെ സോമരസം എന്ന് വിളിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, ഈ അറിവ് എത്രത്തോളം അത്ഭുതകരമാണോ അത്രത്തോളം അപകടകരവുമാണ്. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങളോളം ഇതൊരു രഹസ്യമായി സൂക്ഷിച്ചത്. ഇന്ന് നമ്മൾ ആ പൂട്ടാണ് തുറക്കാൻ പോകുന്നത്. നിങ്ങളുടെ സ്വന്തം ശരീരത്തിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഈ അമൃതിന്റെ രഹസ്യമറിയാൻ നിങ്ങൾ തയ്യാറാണോ? ഈ വിദ്യയെ എന്തിനാണ് രഹസ്യമായി വെച്ചത്? എന്തുകൊണ്ടാണ് പുരാതന ഗുരുക്കന്മാർ ഇത് തങ്ങളുടെ ശിഷ്യന്മാർക്ക് എളുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കാതിരുന്നത്? യോഗയുടെ ഏറ്റവും ആധികാരിക ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്ന ഹഠയോഗ പ്രദീപികയിൽ ഖേജരി മുദ്രയെക്കുറിച്ച് വളരെ ആശ്ചര്യകരമായ ഒരു കാര്യം പറയുന്നുണ്ട്. വിലപിടിപ്പുള്ള ഒരു നിധിയോ അല്ലെങ്കിൽ തന്റെ സ്വകാര്യ ബന്ധങ്ങളോ ലോകത്തിൽ നിന്ന് എങ്ങനെ മറച്ചുപിടിക്കുന്നുവോ അതുപോലെ ഈ വിദ്യയും രഹസ്യമായി സൂക്ഷിക്കണം എന്നാണ് ശ്ലോകം പറയുന്നത്. കാരണം ഇത് പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായി പോകുന്ന ഒരു ശാസ്ത്രമാണ്. ശാസ്ത്രങ്ങളിൽ നമ്മുടെ ശരീരത്തിന്റെ ഘടനയെ തികച്ചും വ്യത്യസ്തമായ ഒരു കോണിലൂടെയാണ് നോക്കിക്കാണുന്നത്. നമ്മുടെ ശരീരം പ്രപഞ്ചത്തിന്റെ ഒരു ചെറിയ രൂപമാണെന്ന് ഋഷിമാർ പറഞ്ഞിട്ടുണ്ട്. ആകാശത്ത് സൂര്യനും ചന്ദ്രനുമുള്ളതുപോലെ നമ്മുടെ ശരീരത്തിലും 2 ധ്രുവങ്ങളുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. സോമചക്രം അല്ലെങ്കിൽ ബിന്ദുവിസർഗം എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ തലച്ചോറിന്റെ മുകൾ ഭാഗത്താണ് ചന്ദ്രന്റെ വാസം. ഈ ചന്ദ്രന്റെ സ്വഭാവം വർഷിക്കുക എന്നതാണ്. അത് തുടർച്ചയായി ഇടവേളകളില്ലാതെ ആ ദിവ്യ അമൃതിനെ താഴേക്കിറ്റിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന് തൊട്ടുതാഴെ നമ്മുടെ പൊക്കിളിലാണ് സൂര്യന്റെ വാസം. ഇതിനെ നമ്മൾ ജഠരാഗ്നി എന്ന് വിളിക്കുന്നു. കത്തിക്കുക അല്ലെങ്കിൽ വലിച്ചെടുക്കുക എന്നതാണ് സൂര്യന്റെ സ്വഭാവം. ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. നമ്മുടെ ജീവിതം ഒരു തലകീഴായ ഘടികാരം പോലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മുകളിൽ നിന്ന് ജീവൻ നൽകുന്ന അമൃത് ഇറ്റുവീഴുന്നു. താഴെ പൊക്കിളിലിരിക്കുന്ന അഗ്നി അതിനെ ഉടൻ തന്നെ കത്തിച്ച് ഭസ്മമാക്കുന്നു. ഈ അമൃത് കത്തുന്നിടത്തോളം കാലം നമ്മുടെ ശരീരം എരിയുകയാണ്. അതോടൊപ്പം നാം മരണത്തോട് അടുക്കുകയും ചെയ്യുന്നു. ഈ അമൃത് കത്തുന്നതുകൊണ്ടാണ് നമുക്ക് വിശപ്പും ദാഹവും അനുഭവപ്പെടുന്നതും നമ്മുടെ ശരീരം ക്ഷയിച്ചു പോകുന്നതും. ഋഷിമാർ ചോദിച്ചു, ഈ പ്രക്രിയ തടയാൻ കഴിയുമോ? സൂര്യന്റെ വായ അടയ്ക്കാൻ കഴിയുമോ? അതിനുള്ള ഉത്തരം അതേ എന്നായിരുന്നു. ആ ഉത്തരമാണ് ഖേജരി മുദ്ര. ശാസ്ത്രങ്ങൾ പറയുന്നത് സ്വന്തം നാവ് പിന്നിലേക്ക് മടക്കി കപാലകുഹരത്തിലേക്ക് കൊണ്ടുപോയി താഴേക്ക് വീഴുന്ന ഈ അമൃതിനെ പാതിവഴിയിൽ തടയുന്ന ഒരു യോഗിക്ക് കാലത്തെ, അതായത് മരണത്തെപ്പോലും കബളിപ്പിക്കാൻ കഴിയുമെന്നാണ്. അവൻ ആ അമൃതിനെ അഗ്നിയിൽ വീഴാൻ അനുവദിക്കാതെ സ്വയം കുടിക്കുന്നു. എന്നാൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് വെറുമൊരു നാവ് മടക്കുന്ന വ്യായാമമാണോ? അതോ ഇതിന് പിന്നിൽ എന്തെങ്കിലും ആഴത്തിലുള്ള ശാസ്ത്രമുണ്ടോ? ഇനി ഇതിന് പിന്നിലെ ശാസ്ത്രം എന്താണെന്ന് നോക്കാം. കഥകളിൽ നിന്ന് മാറി നമുക്കിനി ശാസ്ത്രത്തിന്റെ ലോകത്തേക്ക് കടക്കാം. ഋഷിമാർ പറഞ്ഞ ആ ഗുഹയും അമൃതും ആധുനിക ശാസ്ത്രത്തിൽ നിലനിൽക്കുന്നുണ്ടോ അതോ വെറുമൊരു സങ്കല്പമായിരുന്നോ? ഉത്തരം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ശരീരത്തിന്റെ ഘടനയെ ശ്രദ്ധയോടെ മനസ്സിലാക്കാം. നിങ്ങളുടെ നാവിനെ അല്പം മുകളിലേക്കുയർത്തി അണ്ണാക്കിൽ സ്പർശിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്കവിടെ കട്ടിയുള്ള ഒരു അസ്ഥി അനുഭവപ്പെടും. ശാസ്ത്രഭാഷയിൽ ഇതിനെ കട്ടിയുള്ള അണ്ണാക്ക് എന്ന് വിളിക്കുന്നു. എന്നാൽ നിങ്ങളുടെ നാവിനെ ഇനിയും പിന്നിലേക്ക് കൊണ്ടുപോയാൽ ആ അസ്ഥി അവസാനിക്കുകയും വളരെ മൃദുവായതും സംവേദനക്ഷമവുമായ ഒരു മാംസഭാഗം തുടങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിനെ മൃദുവായ അണ്ണാക്ക് എന്ന് വിളിക്കുന്നു. ഇവിടെയാണ് ആ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്. ശാസ്ത്രം പറയുന്നതനുസരിച്ച് നിങ്ങളുടെ വായുടെ മുകൾ ഭാഗമെന്നത് നിങ്ങളുടെ തലച്ചോറിന്റെ തറയാണ്. അതായത് നിങ്ങളുടെ വായും തലച്ചോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവും തമ്മിൽ ഏതാനും മില്ലിമീറ്ററുകളുടെ വ്യത്യാസം മാത്രമേയുള്ളൂ.
ഒരു നേർത്ത മതിൽ മാത്രം. ഈ സ്ഥലത്തെയാണ് പുരാതന യോഗികൾ കപാലകുഹരം അല്ലെങ്കിൽ ബ്രഹ്മഗുഹ എന്ന് വിളിച്ചത്. ഇനി ഈ മതിലിന് തൊട്ടുമുകളിലേക്ക് ഒന്നു നോക്കാം. നിങ്ങളുടെ തലച്ചോറിന്റെ കൃത്യം മധ്യഭാഗത്ത് 2 കണ്ണുകൾക്കും പിന്നിലായി ഒരു പയറുമണിയുടെ വലിപ്പമുള്ള ഒരു അവയവമുണ്ട്. അതിനെ നമ്മൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്ന് വിളിക്കുന്നു. ശാസ്ത്രം ഇതിനെ പ്രധാന ഗ്രന്ഥിയായാണ് കണക്കാക്കുന്നത്. ഇതിന് കുറച്ചു പിന്നിലായി പൈൻമരത്തിന്റെ വിത്തുപോലുള്ള മറ്റൊരു ചെറിയ ഗ്രന്ഥിയുണ്ട്, പീനിയൽ ഗ്രന്ഥി. ആയിരക്കണക്കിന് വർഷങ്ങളായി ലോകമെമ്പാടുമുള്ള സംസ്കാരങ്ങൾ, ഈജിപ്ത് മുതൽ ഇന്ത്യ വരെ, ഈ പീനിയൽ ഗ്രന്ഥിയെ ആത്മാവിന്റെ സ്ഥാനം അല്ലെങ്കിൽ 3ാം കണ്ണ് എന്ന് വിശ്വസിച്ചു പോരുന്നു. ഇരുട്ടിലാണ് പീനിയൽ ഗ്രന്ഥി സജീവമാകുന്നതെന്നും അത് നമ്മുടെ ഉറക്കത്തെയും മാനസികാവസ്ഥയെയും നിയന്ത്രിക്കുന്ന മെലാറ്റോണിൻ, സെറോട്ടോണിൻ തുടങ്ങിയ രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നുവെന്നും ആധുനിക ശാസ്ത്രം പറയുന്നു. എന്നാൽ യോഗശാസ്ത്രം ഇതിൽ നിന്നും ഒരു പടി കൂടി മുന്നോട്ടു പോകുന്നു. ഒരു സാധകൻ ഗാഢമായ സമാധിയിലായിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഖേജരി മുദ്ര സിദ്ധിക്കുമ്പോഴോ ഈ ഗ്രന്ഥി സാധാരണ രാസവസ്തുക്കൾ മാത്രമല്ല, വളരെ ശക്തവും ദിവ്യവുമായ ഒരു ദ്രാവകം സ്രവിക്കുന്നുവെന്ന് യോഗികൾ വിശ്വസിക്കുന്നു. ഈ ദ്രാവകം DMT പോലെയുള്ള ഒന്നാകാമെന്ന് ചില ആധുനിക ഗവേഷകർ കരുതുന്നു. ഇതിനെ സ്പിരിറ്റ് മോളിക്യൂൾ എന്നും വിളിക്കുന്നു. സമയത്തിനും സ്ഥലത്തിനും അതീതമായ തലങ്ങളിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവുള്ള രാസവസ്തുവാണിത്. അപ്പോൾ ശാസ്ത്രങ്ങൾ അമൃത് അല്ലെങ്കിൽ സോമരസം എന്ന് വിളിക്കുന്നത് ശരീരത്തിന്റെ പ്രായമാകുന്ന പ്രക്രിയയെ മന്ദഗതിയിലാക്കുകയും ബോധത്തെ ഉയർന്ന തലങ്ങളിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്ന ശക്തമായ ന്യൂറോ ഹോർമോണുകളുടെ ഒരു മിശ്രിതമായിരിക്കാം. ഇതിൽ നാവിന് എന്താണ് കാര്യം എന്നതായിരിക്കും ഏറ്റവും വലിയ ചോദ്യം. നാവ് നമ്മുടെ ശരീരത്തിലെ വെറുമൊരു മാംസകഷണം മാത്രമല്ല. ഇത് നേരിട്ട് നമ്മുടെ നാഡീവ്യവസ്ഥയുമായും വേഗസ് നാഡിയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. തൊണ്ടയുടെ പിൻഭാഗത്ത് ആ ചെറിയ നാവ് തൂങ്ങിക്കിടക്കുന്നിടത്ത് ലലനാചക്രം എന്നൊരു രഹസ്യ ഊർജ്ജ കേന്ദ്രമുണ്ടെന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നു. ഇതാണ് അമൃതിന്റെ കലവറ. ഖേജരി മുദ്രയുടെ മുഴുവൻ ശാസ്ത്രവും ഒരു ട്രിഗർ മെക്കാനിസത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഒരു സ്വിച്ച് സങ്കൽപ്പിക്കുക. ഒരു യോഗി തന്റെ നാവ് പിന്നിലേക്ക് മടക്കി തൊണ്ടയുടെ പിൻഭാഗത്തേക്ക് കൊണ്ടുപോയി ആ മൃദുവായ അണ്ണാക്കിലെ ചില പ്രത്യേക ബിന്ദുക്കളിൽ അമർത്തുമ്പോൾ അയാൾ യഥാർത്ഥത്തിൽ തന്റെ തലച്ചോറിന്റെ താഴത്തെ ഭാഗത്തെ ഉത്തേജിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ നാവിന്റെ മർദ്ദം വഴി അയാൾ നേരിട്ട് പിറ്റ്യൂട്ടറി, പീനിയൽ ഗ്രന്ഥികളിലേക്ക് ഒരു സിഗ്നൽ അയക്കുന്നു. ഇതൊരു ഫിസിക്കൽ ഹാക്കാണ്. നാവ് ആ രഹസ്യ ബട്ടൺ അമർത്തുമ്പോൾ തന്നെ ശേഖരിച്ചു വെച്ചിരിക്കുന്ന അമൃത് പുറത്തുവിടാൻ തലച്ചോറിനൊരു സിഗ്നൽ ലഭിക്കുന്നു. ഈ സ്രവമുണ്ടാകുമ്പോൾ അത് പൊക്കിളിലെ അഗ്നിയിലേക്ക് വീഴുന്നതിനു മുമ്പ് തന്നെ നാവ് അതിനെ പിടിച്ചെടുക്കുന്നു. സാധാരണക്കാർക്ക് വെറും ഭക്ഷണം ചവയ്ക്കാനുള്ള വായുടെ മുകൾ ഭാഗം, യോഗികൾക്ക് അത് അമൃതത്തിലേക്കുള്ള വാതിലായി മാറുന്നു. എന്നാൽ ഈ വാതിൽ തുറക്കുക അത്ര എളുപ്പമല്ല. ഇതിനായി നാവ് ഒരു ബുദ്ധിമുട്ടുള്ള യാത്ര ചെയ്യേണ്ടതുണ്ട്. എന്താണ് യാത്ര? അതേക്കുറിച്ച് അടുത്ത ഭാഗത്ത് നോക്കാം. അപ്പോൾ ഈ അമൃതിലേക്ക് എത്താനുള്ള വഴി എന്താണ്? എങ്ങനെയാണ് ആ താക്കോൽ പ്രവർത്തിക്കുന്നത്? ഖേജരി എന്ന വാക്ക് 2 വാക്കുകൾ ചേർന്നതാണ്. ഖേ എന്നാൽ ആകാശം അല്ലെങ്കിൽ ശൂന്യത എന്നും ചരി എന്നാൽ സഞ്ചരിക്കുക അല്ലെങ്കിൽ പറക്കുക എന്നുമാണ് അർത്ഥം. അതായത് ഭൗതിക ശരീരത്തിന്റെ പരിമിതികളിൽ നിന്ന് യോഗിയുടെ ബോധത്തെ മോചിപ്പിച്ച് ആകാശം അഥവാ പ്രപഞ്ചബോധത്തിലേക്ക് പറത്തിവിടുന്ന മുദ്ര. എന്നാൽ കേൾക്കാൻ ഇതെത്രത്തോളം ആത്മീയമാണോ, ശാരീരിക തലത്തിൽ ഈ പ്രക്രിയ അത്രത്തോളം തന്നെ ബുദ്ധിമുട്ടുള്ളതും വിചിത്രവുമാണ്. ഇപ്പോൾ തന്നെ നിങ്ങളൊരു പരീക്ഷണം നടത്തി നോക്കൂ. നിങ്ങളുടെ നാവ് പിന്നിലേക്ക് മടക്കിക്കൊണ്ടുപോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എത്ര ദൂരം പോകാൻ കഴിയും? നിങ്ങളുടെ അണ്ണാക്കിൽ തൊടാൻ കഴിഞ്ഞേക്കാം, പക്ഷേ അതിനപ്പുറം കഴിയില്ല. എന്തുകൊണ്ട്? കാരണം നിങ്ങളുടെ നാവിനടിയിലുള്ള ചെറിയ മാംസകഷണത്തെ മെഡിക്കൽ ഭാഷയിൽ ഫ്രെനുലം എന്ന് വിളിക്കുന്നു. നാവിനെ താഴേക്ക് ബന്ധിച്ചിരിക്കുന്ന പ്രകൃതിദത്തമായ ചങ്ങലയാണിത്. ഈ ചങ്ങല നമ്മെ ഭൗതികലോകവുമായി ബന്ധിപ്പിക്കുന്നുവെന്നാണ് യോഗികൾ വിശ്വസിക്കുന്നത്. അമൃത് കുടിക്കാൻ ഈ ചങ്ങല പൊട്ടിക്കുകയോ അല്പം അയവു വരുത്തുകയോ ചെയ്യുന്നത് അത്യാവശ്യമാണ്. ഇവിടെയാണ് ഏറ്റവും വലിയ വിവാദം വരുന്നത്. പുരാതന ഹഠയോഗ ഗ്രന്ഥങ്ങളായ ഹഠയോഗ പ്രദീപിക വളരെ തീവ്രമായൊരു രീതി നിർദ്ദേശിക്കുന്നു. ഇതിനെ ഛേദനമെന്ന് വിളിക്കുന്നു. മൂർച്ചയുള്ള ഒരു ഇലയോ ആയുധമോ ഉപയോഗിച്ച് ഈ ഫ്രെനുലം മുടിയുടെ കനത്തിൽ വളരെ ശ്രദ്ധയോടെ മുറിക്കണം എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നീടത് ഒട്ടിപ്പോകാതിരിക്കാൻ ഇന്ദുപ്പും പദ്ധിയുടെ പൊടിയും പുരട്ടുന്നു. നാവ് പൂർണ്ണമായും സ്വതന്ത്രമാകുന്നതുവരെ ആഴ്ചകളോ മാസങ്ങളോ ഈ പ്രക്രിയ പതുക്കെ ആവർത്തിക്കുന്നു. മുന്നറിയിപ്പ്: ഈ വിവരം കേവലം അറിവിലേക്ക് മാത്രമുള്ളതാണ്. പുരാതന കാലത്ത് ശരീരശാസ്ത്രത്തിൽ വൈദഗ്ധ്യമുള്ള ഒരു ഗുരുവിന്റെ മേൽനോട്ടത്തിലാണ് ഋഷിമാർ ഇത് ചെയ്തിരുന്നത്. ഇന്ന് ഇന്റർനെറ്റ് കണ്ട് കത്രികയോ ബ്ലേഡോ എടുക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഇത് ജീവന് തന്നെ ഭീഷണിയാകാം. നിങ്ങളുടെ സംസാരശേഷി നഷ്ടപ്പെടാം. അതുപോലെ ഗുരുതരമായ അണുബാധകളുണ്ടാകാം. ഭാഗ്യവശാൽ ക്രിയായോഗയിലും മറ്റു പല പാരമ്പര്യങ്ങളിലും അമൃതിലേക്കെത്താൻ സുരക്ഷിതവും അഹിംസാത്മകവുമായ മറ്റൊരു വഴിയുമുണ്ട്. ഇതിനെ ദോഹനം, ചാലനം എന്ന് വിളിക്കുന്നു. ഇതിൽ നാവ് മുറിക്കുന്നില്ല, മറിച്ച് ഒരു റബ്ബർ പോലെ ക്ഷമയോടെ പതുക്കെ വലിച്ചു നീട്ടുകയാണ് ചെയ്യുന്നത്.
പശുവിനെ കറക്കുന്നതുപോലെ നാവിനെ ദിവസവും വലിച്ചു നീട്ടുന്നു. ഇടത്തോട്ടും വലത്തോട്ടും ചലിപ്പിക്കുന്നു. ഇതൊരു ദിവസമോ മാസമോ കൊണ്ടുള്ള കാര്യമല്ല. ഇതിന് വർഷങ്ങളെടുത്തേക്കാം. പതിവായ അഭ്യാസത്തിലൂടെ നാവ് നെറ്റിയിൽ തൊടാൻ പാകത്തിന് നീളമുള്ളതും വഴക്കമുള്ളതുമായി മാറുന്നു. ആ ചെറിയ നാവിന് പിന്നിലേക്ക് അത് പോകുന്ന ആ നിമിഷത്തിലാണ് വാതിൽ തുറക്കപ്പെടുന്നത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, നാവ് ഇപ്പോൾ വായിലല്ല, അത് തൊണ്ടയ്ക്ക് മുകളിലൂടെ മൂക്കിന്റെ പിൻഭാഗത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇതാണ് കപാലകുഹരം. ഇവിടെയെത്തുമ്പോൾ നാവ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യുന്നു. അതൊരു അടപ്പായി മാറുന്നു. നാവ് മുകളിലേക്ക് പോയി ആ പ്രത്യേക സ്ഥാനത്തെ അടയ്ക്കുമ്പോൾ 3 കാര്യങ്ങൾ ഒരേ സമയം സംഭവിക്കുന്നു. പ്രാണന്റെ ലോക്ക്, ശരീരത്തിന്റെ ഊർജം പുറത്തേക്ക് പോകുന്നത് നിൽക്കുന്നു. മനസ്സിന്റെ ലോക്ക്, നാവ് എവിടെ പോകുന്നുവോ അവിടെ മനസ്സും പോകുമെന്നാണ് യോഗികൾ പറയുന്നത്. നാവ് പിന്നിലേക്ക് പോയി സ്ഥിരമാകുമ്പോൾ ചിന്തകളുടെ ശബ്ദം ഇല്ലാതാകുന്നു. മനസ്സ് ശൂന്യതയിലേക്ക് പോകുന്നു. അമൃതിന്റെ ലോക്ക് താഴേക്ക് വീണ് കത്തിക്കൊണ്ടിരുന്ന ആ സോമരസം ഇപ്പോൾ നാവാകുന്ന ആ പാത്രത്തിലേക്ക് വീഴാൻ തുടങ്ങുന്നു. ഇത് ശരീരത്തെ ഒരു ബാറ്ററി പോലെ റീചാർജ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു ലൂപ്പ് പൂർത്തിയാക്കുന്നു. ഊർജം പുറത്തേക്ക് പോകുന്നതിന് പകരം ഉള്ളിൽ തന്നെ കറങ്ങാൻ തുടങ്ങുന്നു. എന്നാൽ ആദ്യത്തെ തുള്ളി വീഴുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എന്തായിരിക്കും ആ രുചി? അതാണ് ഋഷിമാരെ ആഴ്ചകളോളം ഭക്ഷണവും വെള്ളവുമില്ലാതെ സമാധിയിൽ നിർത്തിയത്. ആ അനുഭവം എന്താണെന്ന് നോക്കാം. നാവ് ആ കപാലകുഹരത്തിൽ പ്രവേശിച്ച് ആ രഹസ്യ ബട്ടൺ അമർത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ നിമിഷം എങ്ങനെയായിരിക്കും? തുടക്കത്തിലെല്ലാം ശാന്തമായിരിക്കും. എന്നാൽ അഭ്യാസം ആഴത്തിലാകുമ്പോൾ സാധകന് തന്റെ തൊണ്ടയിൽ ഒരു സ്രവം അനുഭവപ്പെടാൻ തുടങ്ങും. എന്നാൽ നിൽക്കൂ, ഇത് ഒറ്റയടിക്ക് അമൃതായിരിക്കില്ല. ഹഠയോഗ ഗ്രന്ഥങ്ങൾ വളരെ സത്യസന്ധമായി പറയുന്നു, ഇതൊരു ക്രമാനുഗതമായ പ്രക്രിയയാണ്. സമുദ്രമഥനത്തിൽ അമൃത് വരുന്നതിനു മുമ്പ് വിഷം വന്നതുപോലെ ഈ ഗ്രന്ഥി ആദ്യമായി സജീവമാകുമ്പോൾ പുറത്തുവരുന്ന ദ്രാവകം ഉപ്പുരസമുള്ളതോ കയ്പുള്ളതോ ആകാം. ഇത് ശരീരത്തിലെ മാലിന്യങ്ങളുടെ ലക്ഷണമാണ്. വർഷങ്ങളായി നമ്മുടെ സിസ്റ്റത്തിൽ കെട്ടിക്കിടക്കുന്ന വിഷമാണിത്. എന്നാൽ യോഗി അവിടെ നിർത്തുന്നില്ല. അയാൾ ക്ഷമയോടെ കാത്തിരിക്കുന്നു. ശരീരം ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ആ ദ്രാവകത്തിന്റെ രുചി മാറാൻ തുടങ്ങുന്നു. ശാസ്ത്രങ്ങളിൽ ഈ അനുഭവത്തെ വളരെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട്. ആ കയ്പ് രുചി പതുക്കെ മാറുന്നു. ആദ്യം വെണ്ണ പോലെ, പിന്നെ നെയ്യ് പോലെ, പിന്നെ പാലുപോലെ, അവസാനം തേൻ അല്ലെങ്കിൽ മുന്തിരിനീര് പോലെ മധുരം. ആ നിമിഷത്തെയാണ് അമൃതസിദ്ധി എന്ന് വിളിക്കുന്നത്. ലോകത്തിലെ ഒരു ഭക്ഷണത്തോടും പാനീയത്തോടും താരതമ്യം ചെയ്യാൻ കഴിയാത്ത രുചിയാണിത്. ഇതിനെയാണ് വേദങ്ങളിൽ സോമരസം എന്ന് വിളിക്കുന്നത്. സോമരസം എന്നത് ദേവന്മാർ കുടിച്ചിരുന്ന ഒരുതരം മദ്യമാണെന്ന് പലർക്കും തെറ്റിദ്ധാരണയുണ്ട്. അല്ല, ശരീരത്തിനുള്ളിൽ ഇറ്റുവീഴുന്നതാണ് സോമരസമെന്ന് ഋഷിമാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് നിങ്ങളെ ഉന്മത്തനാക്കുന്ന, എന്നാൽ ബോധം കെടുത്താത്ത ഒരു ആന്തരിക മദ്യമാണ്. ഇത് നിങ്ങളെ ഉയർന്ന ബോധത്തിലേക്ക് നയിക്കുന്നു. ഈ അമൃത് കുടിച്ചുകഴിഞ്ഞാൽ യോഗിയുടെ ശരീരത്തിൽ അത്ഭുതകരമായ ഒരു മാറ്റം സംഭവിക്കുന്നു. ഗ്രന്ഥങ്ങൾ പറയുന്നു, ആ യോഗിക്ക് വിശപ്പോ ദാഹമോ ക്ഷീണമോ ഉറക്കമോ ആവശ്യമില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രം ചിന്തിച്ചു നോക്കൂ. നമുക്ക് വിശക്കുന്നത് എന്തുകൊണ്ടാണ്? ശരീരത്തിന്റെ ഊർജം തീരുന്നതുകൊണ്ട് നമുക്ക് പുറത്തുനിന്ന് ഇന്ധനം ആവശ്യമായി വരുന്നു. എന്നാൽ ഖേജരി മുദ്രയിൽ യോഗി ശരീരത്തിന്റെ ചോർച്ച അടച്ചിരിക്കുന്നു. അവൻ തന്റെ സ്വന്തം ഊർജത്തെ തന്നെ റീസൈക്കിൾ ചെയ്യുകയാണ്. തലച്ചോറിൽ നിന്ന് നേരിട്ട് വരുന്ന ആ സൂപ്പർ ഫുഡ് അവൻ കുടിക്കുകയാണ്. പുറത്തുനിന്നുള്ള ഭക്ഷണത്തിന്റെ ആവശ്യം തന്നെ അവിടെ ഇല്ലാതാകുന്നു. പുരാതന യോഗികൾ ഭക്ഷണവും വെള്ളവുമില്ലാതെ മാസങ്ങളോളം സമാധിയിലിരുന്നത് ഈ രഹസ്യത്തിന്റെ പിൻബലത്തിലാണ്. ശ്വാസവും വെള്ളവും ഭക്ഷണവുമില്ലാതെ. ആധുനിക ശാസ്ത്രത്തിന് ഇതിനെ സസ്പെൻഡഡ് ആനിമേഷൻ അല്ലെങ്കിൽ ഹൈബർനേഷൻ എന്ന് വിളിക്കാം. ശൈത്യകാലത്ത് കരടികൾ ഉറക്കത്തിലേക്ക് പോകുന്നതും അവയുടെ ഉപാപചയ നിരക്ക് കുറയുന്നതും പോലെ ഖേജരി മുദ്ര ചെയ്യുന്ന യോഗി തന്റെ ശ്വാസഗതിയും ഹൃദയമിടിപ്പും അത്രത്തോളം മന്ദഗതിയിലാക്കുന്നു. കാലത്തിന് അവരിൽ യാതൊരു സ്വാധീനവുമില്ല. അവർ സമയത്തെ മരവിപ്പിക്കുന്നു. എന്നാൽ ഇതിലെ ഏറ്റവും വലിയ അനുഭവം ശാരീരികമല്ല, മാനസികമാണ്. അമൃതിന്റെ പ്രഭാവത്താൽ തലച്ചോറിൽ തികച്ചും വ്യത്യസ്തമായ ഒരവസ്ഥയുണ്ടാകുന്നു. ഇതിനെ ഉന്മണി അവസ്ഥ എന്ന് വിളിക്കുന്നു. മനസ്സിന് അതീതമായ അവസ്ഥ എന്നാണ് ഇതിനർത്ഥം. ചിന്തകളുടെ ശബ്ദം പൂർണ്ണമായും ഇല്ലാതാകുന്നു. നാളെയെക്കുറിച്ചുള്ള ഉത്കണ്ഠയോ ഭാവിയെക്കുറിച്ചുള്ള ഭയമോ ഇല്ല. അനന്തമായ ആനന്ദം മാത്രം. ലോകത്തിലെ ഏതൊരു മയക്കുമരുന്നിനേക്കാളും ആയിരക്കണക്കിന് മടങ്ങ് ശക്തവും പവിത്രവുമായ ഒരു സ്വാഭാവിക ലഹരി. യോഗിയുടെ ശരീരം അവിടെ തന്നെ നിൽക്കുന്നു, പക്ഷേ അവന്റെ ബോധം മാറുന്നു. അവന്റെ മുഖത്തൊരു ക്രീമിനും ലോഷനും നൽകാൻ കഴിയാത്ത ഒരു പ്രകാശമുണ്ടാകുന്നു. അത് ഇപ്പോൾ അവന്റെ സിരകളിലൊഴുകുന്ന ആ അമൃതിന്റെ തേജസ്സാണ്. സ്വന്തം ശരീരം തന്നെ അമൃതമായി മാറിയ അവനെ പാമ്പിന്റെ വിഷത്തിനു പോലും കൊല്ലാൻ കഴിയില്ല. കേൾക്കുമ്പോൾ ഇതൊരു മാന്ത്രിക വിദ്യ പോലെ തോന്നാം, അല്ലേ? എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിൽ തന്നെ ഒളിഞ്ഞിരിക്കുന്ന കഴിവാണ്.
അപ്പോൾ ഇന്നത്തെ ആധുനിക യുഗത്തിൽ നമുക്കെല്ലാവർക്കും ഈ അമൃത് പാനം ചെയ്യാൻ കഴിയുമോ? അതോ ഇത് ഹിമാലയത്തിലെ യോഗികൾക്ക് മാത്രമുള്ളതാണോ? ഇതിന്റെ ഉത്തരം അല്പം സങ്കീർണമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ ആധുനിക യുഗത്തിൽ നമുക്കെല്ലാവർക്കും ഇത് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന ചോദ്യം ഉയർന്നുവരുന്നു. നമ്മൾ നാളെ മുതൽ നാവ് മുറിക്കാനോ വലിക്കാനോ തുടങ്ങണമെന്നാണോ? ഉത്തരം ഒരിക്കലുമല്ല. ഓർക്കുക, ഖേജരി മുദ്ര എന്നത് ഹഠയോഗത്തിലെ വളരെ ഉയർന്നതും തീവ്രവുമായ ഒരു സാങ്കേതിക വിദ്യയാണ്. പുരാതന കാലത്ത് തങ്ങളുടെ ജീവിതം മുഴുവൻ ഹിമാലയത്തിലെ ഗുഹകളിൽ ചെലവഴിക്കാൻ തീരുമാനിച്ചവരാണ് ഇത് ചെയ്തിരുന്നത്. കൃത്യമായൊരു ഗുരുവിന്റെ നിർദ്ദേശമില്ലാതെ ഇന്റർനെറ്റ് കണ്ട് നിങ്ങൾ നാവിനെ നിർബന്ധിച്ചാൽ ഫലം വളരെ വിനാശകരമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ അറിവിൽ നിന്ന് ഒഴിവാക്കപ്പെടുമോ? ഇല്ല. ഗൃഹസ്ഥരായ ആളുകൾക്ക്, അതായത് നമുക്കെല്ലാവർക്കും വേണ്ടി ഋഷിമാർ ഇതിന്റെ ലളിതമായ ഒരു പതിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനെ നഭോമുദ്ര അല്ലെങ്കിൽ അർദ്ധഖേജരി എന്ന് വിളിക്കുന്നു. നിങ്ങൾ നാവിനെ തൊണ്ടയ്ക്കുള്ളിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല. നിങ്ങളുടെ ദിനചര്യയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മതി. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ധ്യാനിക്കുമ്പോഴോ നിങ്ങളുടെ നാവ് വായുടെ താഴെ വെക്കുന്നതിനു പകരം മുകളിലെ അണ്ണാക്കിൽ മുട്ടിച്ചു വെക്കുക, പല്ലുകൾക്ക് തൊട്ടുപിന്നിലായി. ഇത്രയും ചെയ്യുന്നതുകൊണ്ടുതന്നെ നിങ്ങളുടെ എനർജി സർക്യൂട്ട് അടയുന്നു. ഈ ചെറിയ ശീലം നിങ്ങളുടെ ചിതറിപ്പോകുന്ന ഊർജ്ജത്തെ സംരക്ഷിക്കും. നാവ് മുകളിൽ വെക്കുമ്പോൾ തന്നെ ചിന്തകളുടെ ശബ്ദം കുറയുന്നതും ഏകാഗ്രത വർദ്ധിക്കുന്നതും നിങ്ങൾക്ക് അനുഭവപ്പെടും. അനാവശ്യമായ വിശപ്പും ദാഹവും നിയന്ത്രണത്തിലാകും. ഇത് അമൃതിനെ പൂർണ്ണമായിട്ടല്ലെങ്കിലും ഒരു പരിധിവരെ കത്തിത്തീരുന്നതിൽ നിന്ന് രക്ഷിക്കും. ചുരുക്കത്തിൽ, നമ്മുടെ ഈ മനുഷ്യശരീരം വെറുമൊരു മാംസപിണ്ഡം മാത്രമല്ല, ഇതൊരു സഞ്ചരിക്കുന്ന രാസപരീക്ഷണശാലയാണ്. നമ്മൾ ജീവിതകാലം മുഴുവൻ സന്തോഷവും സമാധാനവും ലഹരിയും പുറത്തെ ലോകത്ത് അന്വേഷിക്കുകയാണ്. ചിലപ്പോൾ ഭക്ഷണത്തിൽ, ചിലപ്പോൾ മദ്യത്തിൽ, ചിലപ്പോൾ ബന്ധങ്ങളിൽ. സുഗന്ധത്തിനായി കാടുമുഴുവൻ അലയുന്ന കസ്തൂരിമാനിനെപ്പോലെയാണ് നമ്മൾ. ആ സുഗന്ധം സ്വന്തം പൊക്കിളിൽ തന്നെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന സത്യം നമ്മൾ അറിയുന്നില്ല. യഥാർത്ഥ സോമരസം, യഥാർത്ഥ ആനന്ദം, യഥാർത്ഥ ആരോഗ്യം ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ലഭിക്കില്ല. അത് നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ തലച്ചോറിന്റെ മധ്യത്തിൽ ഇറ്റുവീഴാൻ കാത്തിരിക്കുകയാണ്. കഠിനമായ യോഗയിലൂടെയോ അല്ലെങ്കിൽ ലളിതമായ ധ്യാനത്തിലൂടെയോ അതിലേക്കെത്തുക എന്നതു മാത്രമാണ് ആവശ്യം. അടുത്ത തവണ നിങ്ങൾ ശ്വാസമെടുക്കുമ്പോൾ ഓർക്കുക, നിങ്ങൾ കേവലം വായു മാത്രമല്ല ശ്വസിക്കുന്നത്, നിങ്ങൾ ഒരു വലിയ സാധ്യതയാണ് ജീവിക്കുന്നത്.